എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ +1 കുട്ടികൾക്ക് ഈ വരാൻ പോകുന്ന മോഡൽ എക്സാം വളരെ പ്രാധാന്യമുള്ള ഒരു എക്സാം ആയിട്ട് വേണം നിങ്ങൾ കരുതാൻ. പ്രത്യേകിച്ച് സയൻസ് കുട്ടികൾക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ മാത്സും ഫിസിക്സും നന്നേ ബുദ്ധിമുട്ടായിരുന്നു. നന്നേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് രീതിയിൽ കൂടെ ബുദ്ധിമുട്ടിച്ചായിരുന്നു. കുട്ടികൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നല്ല ടഫായിട്ടുള്ളത് വന്നു. കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസുകളും വന്നിരുന്നു. ഈ രണ്ട് രീതി കൂടെയും നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ മാർക്ക് ഈ മാത്സിനും ഫിസിക്സിനും പ്രത്യേകിച്ച് നന്നേ കുറവായിരുന്നു. ഫുൾ A+ആയിട്ടൊക്കെ വന്ന് നമ്മൾ പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് ഈ എക്സാമോടുകൂടി മീൻസ് ആ ക്രിസ്മസ് എക്സാമിന്റെ ഈ രണ്ട് സബ്ജക്റ്റിന്റെ എക്സാമോടുകൂടി നമ്മുടെ താളം തന്നെ തെറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ചതിന്റെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കൂടെയായിരുന്നു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. കാരണം അവർ ഇത്ര നാളും പഠിച്ചുകൊണ്ടിരുന്ന രീതി എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻസുകളും എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരികയും പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷെ നന്നേ മാറിയാണ് അന്നത്തെ എക്സാം വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വരാൻ പോകുന്ന മോഡൽ എക്സാമിന്റെ ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് പബ്ലിക് എക്സാമിന് പഠിക്കേണ്ടതെന്നുള്ള ക്ലിയർ ഡയറക്ഷൻ കിട്ടിയിരിക്കും. ഇതിനെ ബേസ് ചെയ്താണ് അവർ തരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഏകദേശം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ബേസ് ആക്കി എടുക്കാം. നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് മിക്ക ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് പ്രോബ്ലം പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾക്കായിരിക്കും ഈ പ്രശ്നങ്ങൾ. അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാത്സും ഫിസിക്സും പിന്നെ കെമിസ്ട്രിയും. ഈ രണ്ട് സബ്ജക്ട്സുകൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ള തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അപ്പം തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ പഠിക്കേണ്ടത് ഇനി കൂടുതലുണ്ടോ, ഇനിയും ഏതൊക്കെ രീതിയിൽ കൂടെ മാറണം പഠിത്തം എന്നൊക്കെ ഉള്ളത് ഈ മോഡൽ എക്സാമിലൂടെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിപ്പോ ഇപ്പോഴത്തെ എക്സാമിന് വേണ്ടി ഫുൾ പഠിച്ചിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല, നന്നേ കുറവായിരിക്കും. എല്ലാം കൂടെ ഒന്നും പഠിച്ചിട്ട് പോകാൻ ടൈമില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സമയം ഗ്യാപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. അതിനുള്ള നമ്മളൊരു സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എത്തിച്ചിരിക്കും. നിങ്ങൾക്ക് എക്സാം നമ്മുടെ റോഡ് വേ ഉണ്ടല്ലോ, നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ ലാസ്റ്റ് ഡേ വരെയുള്ള റോഡ് മാപ്പ് ക്ലിയർ ആയിട്ട് നമ്മൾ തരും. നിങ്ങൾ അത് നോക്കി നിങ്ങൾ അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ കൂടെ എല്ലാ സബ്ജക്റ്റും എഴുതാൻ പറ്റും. അത് നമ്മൾ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തിച്ചിരിക്കും. അപ്പൊ എന്തായാലും നന്നായിട്ട് നിങ്ങൾ മാക്സിമം പഠിച്ചുകൊണ്ട് പോവുക. എന്തായാലും പഠിച്ചത് നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഏതായാലും അതൊക്കെയല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും മുഴുവൻ പഠിച്ചിട്ട് പോകുന്നവരുടെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ പഠിക്കാത്തവർ വലിയ വിഷമിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. പറ്റുന്നത് പോലെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസുകൾ ബാക്കിയൊക്കെ വരുന്നത് ചെയ്യാൻ പറ്റാത്തതൊക്കെ വീട്ടിലിരുന്ന് ബാക്കിന്ന് പഠിക്കുകയും വേണം കേട്ടോ. അല്ലാതെ ക്വസ്റ്റ്യനെ കണ്ട് പേടിച്ച് ഒരു ടെൻഷൻ അടിച്ചെന്നുള്ള രീതിയിൽ കൂടെ ഒരിക്കലും ഈ മോഡൽ എക്സാമിന് ഇപ്പോഴേ നിങ്ങൾ ആ രീതിയിൽ കൂടെ ഒന്നും കാണരുത്. സധൈര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നേരിടുക. എന്നുവെച്ചാൽ ധൈര്യത്തോടുകൂടി നേരിടുക, അത്രേ ഉള്ളൂ. എന്നിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് ബാക്കി പഠിക്കാനുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ് പഠിക്കണം. സമയത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. മീൻസ് എക്സാമിന് വരുന്നത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഓരോ സബ്ജക്റ്റിന്റെയും പഠിച്ചിരിക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻസുകളും എല്ലാം കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.